ഹലോ മുത്തോളിലേക്ക് ഒരുപാട് കാലമായില്ലേ നമ്മളൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ഇഷ്ടമില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ വീഡിയോയിലേക്കൊക്കെ ഒന്ന് വിട്ട് മാറിയത്. കാരണം എന്താണെന്നറിയില്ല, വീഡിയോസൊന്നും ഇടാൻ തന്നെ ഒരു ഇഷ്ടമില്ല, ഒരു മൂഡും ഇല്ല, അങ്ങനെ പറയില്ല നമുക്ക്. അപ്പോൾ അതേപോലെ ആയിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്നാൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് ആയിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിലേ ഞാനൊരു കാര്യം ഇപ്പോഴേ എല്ലാവരോടും പറയാം കേട്ടോ. നമ്മളൊക്കെ ജീവിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ഇതൊക്കെ തരണം ചെയ്തിട്ട് തന്നെയാണല്ലോ അല്ലേ എല്ലാവരും പോകുന്നത്. ആരും വലിയ പണക്കാരായിട്ടോ വലിയ ഇതായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പണക്കാരായി ജീവിക്കുകയാണെങ്കിൽ തന്നെ ഒരു ശ്വാസം മുട്ടലും സമാധാനവും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞാൽ ആ പണം എങ്ങനെ പോവുമോ, നഷ്ടപ്പെടുമോ, ചിലവാകുമോ എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ ഒരുപാട് ബിസിനസ് രംഗത്തായാലും ഒന്ന് പച്ച പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണവരും ഉണ്ടാവും അല്ലേ. അങ്ങനെ പച്ച പിടിച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു മലപ്പുറം തമ്മിലുള്ള വ്ളോഗ് കേട്ടോ. അതങ്ങോട്ട് ആകെ മൂഡ് ഓഫ് ആയി പറഞ്ഞ പോലെ അങ്ങനെ ഓഫായിപ്പോയി. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് വീഡിയോ ചെയ്യണ ആളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഉള്ള പോലെ നമുക്ക് പറയാം. പിന്നെ നമ്മളതായ പേഴ്സണലി കാര്യങ്ങളൊന്നും അപ്ലോഡാക്കിയിട്ട് ചെയ്യണ ആളൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. എന്നിരിക്കെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞാൽ വീട്ടിൽ വന്ന് അടങ്ങിയിരിക്കാൻ എൻ്റെ അമ്മയ്ക്കില്ല. കാരണം എന്തെങ്കിലും പണിയായിട്ടുണ്ടാവും. കാരണം ഇത്രയും ദിവസം എൻ്റെ അമ്മ മെഷീൻ കല്ല് ഏൽക്കുകയാണ് കേട്ടോ. നമ്മൾ അമ്മയൊക്കെ പെരുന്നാമാരൊപ്പമാണ് പണിക്ക് പോകല്, കൂലിപ്പണിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ തുടങ്ങിയൊരു ബിസിനസ്സാണ് അച്ചാറിൻ്റെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആളുകളിൽ നിന്ന് നമുക്ക് അച്ചാർ വാങ്ങിയിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഘടകങ്ങളിലേക്കൊക്കെയാണ് അതൊരു ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ആയ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാൻ എൻ്റെ അച്ചാറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മളെ അറിയാത്ത ആളുകളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അച്ചാർ വാങ്ങാറുണ്ട് കേട്ടോ. പലപ്പോഴും ചുറ്റുമുള്ളവർ വാങ്ങാറുണ്ട്, പക്ഷേങ്കിൽ ചുറ്റുമുള്ളവർക്ക് നമ്മളെ അവസ്ഥ അറിഞ്ഞാലും വാങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അച്ചാർ വാങ്ങിയാലും നമ്മൾ അച്ചാർ വാങ്ങാത്ത കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊന്നും നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്നല്ല, നമ്മൾ ആരെയും നിർബന്ധിച്ച് ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേങ്കിലേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് എല്ലാവരും ഇപ്പോൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് കേട്ടോ. വാങ്ങിയവർ തന്നെയാണ് സാധനങ്ങൾ വാങ്ങാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാരെ. കാരണം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ്. നമുക്ക് എപ്പോഴും ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് ഉണ്ടാവുന്നത് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. അതുകൊണ്ട് അവർ അച്ചാർ കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, ചേച്ചി അച്ചാറുണ്ടോ. പിന്നെ നമ്മൾ കുറേ അച്ചാർ ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വയ്ക്കുന്ന ആളുകളല്ല കേട്ടോ. ഓർഡറിനനുസരിച്ച് മാത്രം നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഏത് തരത്തിലുള്ള അച്ചാറായാലും എൻ്റെ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ. പക്ഷേ നമ്മൾ അച്ചാർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ കുറേ പൈസ ഉള്ള ആളുകളൊന്നുമല്ലല്ലോ. നമ്മളെ കയ്യിൽ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ സമയത്ത് എൻ്റെ മക്കൾ അടങ്ങിയിരിക്കാൻ നിന്നപ്പോൾ അമ്മമ്മേൻ്റെ ഫോൺ വേണോ പറഞ്ഞ കാരണപ്പോൾ അങ്ങനെ ഫോൺ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ പണിയെന്ന് പറഞ്ഞാൽ അമ്മ ഇത്രയും ദിവസം പണിയെടുത്തല്ലേ. മക്കൾ വരുമ്പോൾ പെൺമക്കളുണ്ടായ ഞാനെൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഇവിടെ അല്ല, അവളെ കല്യാണം കഴിച്ച ഉത്തർപ്രദേശ് അവിടെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി വരുമ്പോൾ ചേച്ചി പണിയെടുക്കും, ഞാനും പണിയെടുക്കും. പക്ഷേ എല്ലാ കാര്യത്തിലും മടിയുള്ള ആൾ ഞാനാണ്. വീട്ടിൽ വരുമ്പോൾ എൻ്റെ മടിയൊക്കെ മാറും കേട്ടോ. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം എന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലേ ഞാൻ ചെയ്യുള്ളൂ. എന്നാൽ തന്നെ പറഞ്ഞ് കുറേ അങ്ങോട്ട് പറയണേ കേട്ടോ. എനിക്ക് എപ്പോഴൊരു മടിയാണ്. എനിക്ക് പണിയെടുക്കണതിന് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് തിന്നാൻ കിടന്നുറങ്ങുക അങ്ങനത്തെ കാര്യമൊക്കെ ആണെങ്കിൽ നല്ലൊരു പരിപാടിയാണ് വിചാരിക്കുന്ന ആളാട്ടോ ഞാൻ. അപ്പം അങ്ങനെ ഏതെങ്കിലും ദൈവം 3 കൺമണികളായിട്ട് തന്നിട്ടുണ്ട്. എന്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷണം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായതെങ്കിലും മക്കൾ തന്നപ്പോൾ 3 ആളൊപ്പം തന്നു പറഞ്ഞില്ലേ. അതുകൊണ്ട് ഓരോ നോക്കലും താക്കലൊക്കെ ആകുമ്പോൾ ഒരു പാഠം തന്നെയാണ് കൂട്ടുകാരെ അറിയില്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലും കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യലോ ഒന്നുമില്ല. പിന്നെ ഇട്ടാലെന്താ 30 ആൾ കണ്ടു, അല്ലെങ്കിൽ 40 ആൾക്കാർ കണ്ടു, അത്രമാത്രം. കൂടുതലായിട്ട് വ്ളോഗും കാര്യങ്ങളും ആരും കാണാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഈ 30 ആൾ കണ്ടാലും സന്തോഷമല്ലേ. ഒരാൾ ഞാനാണെങ്കിലും ബാക്കി 29 ആളുകളും വേറെ ഫോണിൽ നിന്നും വേറെ ആളുകളല്ലേ. അത്രേ ഉള്ളൂ. ലക്ഷങ്ങളോ 10,000 കാണണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉള്ളത്
നല്ല രീതിയിൽ ആളിലേക്ക് എത്തിയട്ടെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് പോവാറ് കൂട്ടുകാരെ. അപ്പോൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ചറിയിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് അച്ചാർ വേണ്ടത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചെക്കനെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇനി നോക്കണത്. ഇനി കടത്തി ഉറങ്ങിയാലും ഉറക്കമൊക്കെ കണക്കാവും കേട്ടോ. ചേച്ചിമാർ രണ്ടാളും ഒച്ചല്ലാണ്ട് ഇപ്പോൾ ഫോണും കളിച്ചിരിക്കൊണ്ട് കുഴപ്പമില്ല. ഇവനുണ്ടില്ലേ ഒരു ഇളി, അവനെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഉറങ്ങണം വെച്ചപ്പോൾ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കണ്ട തുണികളൊക്കെ എൻ്റെ അമ്മ തിരുമ്പിട്ട് കണ്ട് ചായ കുടിക്കുന്ന സമയം പറഞ്ഞാൽ 10 മണിയാണ് കേട്ടോ. അമ്മാമ്മൻ്റെ ഒരുക്കങ്ങളും വൃത്തിയും ഒക്കെ ആക്കലും വിളക്കാട്ടലും നാമം ജപം ഒക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ചായ കുടിക്കുക. സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എന്താ പണി എടുക്കലെന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ, കറി ഉണ്ടാക്കൽ അമ്മയാവും, ചോറുണ്ടാക്കൽ ഞാൻ കേട്ടോ. ഞാൻ അടുപ്പിൽ തീ കൂട്ടി കൊടുക്കുക, അതേപോലെ തന്നെ എനിക്ക് വെള്ളം വെച്ച് കൊടുക്കുക, അരി ഇടുക, അതൊക്കെ തന്നെ നമ്മുടെ കർത്തവ്യമുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോണുമ്പോൾ കളിക്കുക, കുട്ടികളെ നോക്കിയാൽ പോലെയാണ് കേട്ടോ. പിന്നെ ചായ കൊടുക്കലും വാരി കൊടുക്കലും. പിന്നെ ഇവിടെ വന്ന എൻ്റെ അമ്മേനെ മതി എൻ്റെ മക്കൾക്ക് കേട്ടോ. അതും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാവുമല്ലോ അല്ലേ, നമ്മളെ അമ്മമ്മമാരെ മതിയാവുമല്ലോ മക്കൾക്കൊക്കെ. അമ്മമാരും അതിൽ അച്ഛന്മാർക്ക് അതിൽ മക്കളോട് പ്രത്യേക ഭയങ്കര സ്നേഹമാവും. അതുകൊണ്ട് അവർക്ക് പ്രാഞ്ചരായാലും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വീട്ടിലാണെങ്കിൽ അച്ഛനെ അമ്മേനെ കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളെ പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ചോറുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചോറുണ്ടാക്കാൻ ആദ്യം തീ ഒന്ന് കത്തിക്കണം. വെണ്ണീരൊക്കെ ഒന്ന് വാരി സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ തീ പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിടിപ്പിക്കാനൊക്കെയാണ് വായിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ദേവൂട്ടന് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കണേ നേരെ വന്നിട്ട് എൻ്റെ തലമണ്ടയ്ക്ക് അടിക്കാൻ കേട്ടോ. ഓനിപ്പം കളിക്കുന്ന സമയമാണ്. വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയം ഇപ്പം എന്ന് വെച്ചാൽ 8:48 ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഈ വീഡിയോ ഇപ്പം ഞാൻ ഇന്ന് ഇടുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. ഏതായാലും എപ്പോഴായാലും എടുത്ത വീഡിയോ പറഞ്ഞാൽ ഇന്നാണ് 1-ാം തീയതി എടുത്ത വീഡിയോ ആണിട്ടത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകണു കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ വേണ്ട ആളുകൾ നമ്മളെ വിളിച്ചറിയിക്കാൻ വെണ്ടയ്ക്ക അക്ഷരത്തിലൊരു നമ്പർ കൊടുക്കട്ടോ. ആ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അച്ചാർ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കി തരും കേട്ടോ. ഇറച്ചിയാണോ മീനാണോ ബീഫാണ് ഏതാണോ വേണ്ടത് വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് ബീഫ് അച്ചാറാണ് ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ബിസിനസ് തുടങ്ങിയിട്ട്. ബീഫ് അച്ചാറാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ മീൻ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, വെളുത്തുള്ളി ആളുകൾക്ക് ഭയങ്കര ഫാനാണ് കേട്ടോ. വെളുത്തുള്ളിക്കായാലും മിക്സഡ് അച്ചാർ, നാരങ്ങ, മാങ്ങ, കടുമാങ്ങ അച്ചാർ, കണ്ണിയാങ്ങ അച്ചാർ, അങ്ങനെ വിവിധ അച്ചാറുകൾ, കറുത്തച്ചാർ, അങ്ങനെ എല്ലാ അച്ചാറുകളും അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൾഫ് ഓർഡറുകളാണ് ധാരാളമായിട്ട് വരാറ്. പിന്നെ പട്ടാള ക്യാമ്പുകളിലേക്കുള്ള ഓർഡറുകളൊക്കെയാണ് ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അവർ തന്നെ കഴിയുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ വാങ്ങുന്നവരും പിന്നെ ഒരു വീട്ടുകാരും തന്നെ ഇങ്ങനെ വാങ്ങിയ ആൾക്കാർ വാങ്ങുന്നവരൊക്കെ കേട്ടോ. ജോലിക്ക് പുറത്ത് പോകുന്നവരും മക്കളും സ്റ്റുഡൻസുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് പോകുന്നവരൊക്കെയാണ് നമ്മൾ അച്ചാർ ഏറ്റവും കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഓരോ വർത്തമാനത്തിന് ശേഷം എൻ്റെ ചോറിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്. അരി എടുക്കുന്നു, കഴുകുന്നു, അതിലേക്ക് ഇടുന്നു. അതാണ് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി അങ്ങനെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി അരി അങ്ങോട്ട് നമ്മുടെ റേഷൻ അരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ റേഷൻ അരിക്ക് ഒരു താളിപ്പ് കറി, ഒരു ഉണക്കമീൻ്റെ കഷ്ണം, അത് അടിപൊളിയല്ലേ. റേഷൻ അരിൻ്റെ ചോറ് ഇഷ്ടമില്ലാത്ത കുറേ എണ്ണ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ ചില ആൾക്കാർക്ക് റേഷൻ അരി പറ്റുന്നല്ല. റേഷൻ അരി തിന്നാൽ പോരെ എന്നുള്ള ചിന്തിക്കുക ഞാൻ. റേഷൻ അരി പറ്റില്ല എന്ന പോലെ റേഷൻ അരി തിളച്ചാൽ വേവണ അരിയാണ്. പക്ഷെ അമ്മത്തെ വേവ് ആവുകയും ചെയ്യരുത്, പാകത്തൊരു വേഗം ആവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. അതിക്ക് നല്ല മുരിങ്ങ താളിപ്പും ഒരു മീനിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ പൊള്ളി. മത്തിമീൻ വറ്റിച്ചതും മത്തിമീൻ പൊരിച്ചതും അതൊക്കെ ഉണ്ട് വേറെ ലെവലാണ്. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണക്കമീൻ ഉണ്ട് കേട്ടോ അവിടെ. ബാക്കി അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ നന്നാക്കാൻ പറഞ്ഞു. കറി ഉണ്ടായിക്കോളാം, ചോറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് പോയി കുളിച്ചാൽ മതി പറഞ്ഞിട്ട് എൻ്റെ അമ്മ. ആയിക്കോട്ടെ അമ്മ പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് ഇന്നൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട് കേട്ടോ. ചിക്കൻ കുഴിമന്തീൻ്റെ കടയിലേക്ക് പോകണം. അപ്പം മന്തിച്ചോറ് തിന്നാൻ പോകുമ്പോൾ ആ നേരത്ത് കുളിച്ച് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടോ. ഏകദേശം നമുക്കൊരു 1:30 ആകുമ്പോൾ ആണ് ആ ഒരു വീഡിയോ ഒക്കെ ഉള്ളത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലാണ് 28-ലാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും വിടുന്നതാണ് കേട്ടോ. അവിടെ പോയി എടുത്ത് വന്നതിന് ശേഷം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അച്ചാറൊക്കെ വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സ്നേഹത്തോടെ.